അനീഷ് ജയിക്കണം എന്നുള്ള എന്റെ വാശിയാണ്. ഈ അഖിൽമാരാർ സപ്പോർട്ട് ചെയ്യുന്ന അനുമോള് ജയിക്കുമോ, തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് ജയിക്കുമോ, നമുക്ക് ഇനി ഒന്ന് കാണാം. Let's go! We are supporting അനീഷ് ചേട്ടാ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെയാണ് ഇന്ന്. പക്ഷേ 2 ദിവസമായിട്ട് വലിയൊരു കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പൊ വീഡിയോ കണ്ട വ്യക്തിയുടെ പേര് തൊപ്പി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ആണ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ ഉള്ളത്. ഇദ്ദേഹം ഒരു ലൈവ് സ്ട്രീമർ ആണ്. ഇദ്ദേഹത്തിന്റെ ലൈവ് സ്ട്രീം ഫോളോവേഴ്സ് ആയിട്ടുള്ളത് ഏറ്റവും കൂടുതലുള്ളത് ജെൻസി ജെൻ ആൽഫ കാറ്റഗറിയിൽപ്പെട്ട യുവാക്കളാണ്. അതായത് പുതുതലമുറയിൽപ്പെട്ട യുവാക്കളാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ആയിട്ടുള്ളത്. ഇതില് 90% വരുന്ന വ്യക്തികളും ബിഗ് ബോസ് എന്താണെന്നോ ബിഗ് ബോസ് ഷോയുടെ ഫോർമാറ്റ് എന്താണെന്നോ ബിഗ് ബോസിന്റെ ഒരു എപ്പിസോഡ് പോലും കാണാത്തതാണ് ഇദ്ദേഹത്തിന്റെ കൂടുതൽ വരുന്ന ഇയാളുടെ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ്, അതായത് വെള്ളി ശനി ദിവസങ്ങളിൽ, വെള്ളിയാഴ്ച മുതൽ ഇദ്ദേഹത്തിന്റെ ലൈവ് സ്ട്രീമിലൂടെ അനീഷിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ഫോളോവേഴ്സിനെ ഉപയോഗിച്ച് അനീഷിനെ കൊണ്ട് ലൈവ് സ്ട്രീമിൽ തന്നെ വോട്ട് ചെയ്യിപ്പിച്ചിട്ട് വോട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ഇന്നലെ അഖിൽമാരാർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ ഇത് ചൂണ്ടിക്കാണിക്കുക, ഇത് ഭയങ്കര പ്രശ്നമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരികയും ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം അത് ഏറ്റെടുത്തിട്ട് അതിനെ ചൊല്ലിയിട്ട് അഖിൽമാരാർ അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ എന്തുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തുകൂടാ, അത് പോരാഞ്ഞിട്ട് തന്നെ നമ്മുടെ PR കാശ് വാങ്ങിയിട്ടാണ് തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ അഖിൽമാരാർ ഒരു ഡയലോഗും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം വെച്ചിട്ട് ഇദ്ദേഹം ഇന്നലെ കംപ്ലീറ്റ് ആയിട്ട് ഹോൾ ഡേ അനീഷിന് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ വോട്ട് വലിയൊരു ഇമ്പാക്ട് അനുമോളുടെ കിട്ടേണ്ട വോട്ടിൽ ഉണ്ടാക്കും എന്നുള്ളത് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. കാരണം ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് അത്ര ഹ്യൂജ് ആണ്. ആ ലൈവ് സ്ട്രീമിൽ തന്നെ കണ്ടത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇദ്ദേഹത്തിന്റെ ലൈവ് സ്ട്രീം കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വോട്ട് മറിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇനി ബാക്ക് ടു ദ മാറ്റർ, എങ്ങനെയാണ് അനുമോളിനെ ഇപ്പോഴും വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. കാരണം സാധാരണക്കാരാണ് അനുമോൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത്. ഓരോ വീട്ടമ്മമാരും വീട്ടിലിരിക്കുന്ന ഓരോരുത്തരുമാണ് അനുമോൾക്ക് വോട്ട് ചെയ്യുന്നത്. ഒരുപാട് സാധാരണ പ്രേക്ഷകർ, അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ലൈവ് കാണുന്ന പ്രേക്ഷകർ, അതല്ലെങ്കിൽ എല്ലാ ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ കാണുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. ഇവരാണ് അനുമോളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അല്ലാതെ PR-നുപരി എല്ലാ സാധാരണക്കാരിലും നല്ല രീതിയിലുള്ള ക്ലോസ്നെസ് ഉണ്ടാക്കാനായിട്ട് അനുമോളിന്റെ 99 ദിവസത്തെ ഗെയിം കൊണ്ട് സാധിച്ചു എന്നുള്ളത് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ ഇവരാണ് അനുമോളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതല്ലാതെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നുമല്ല അനുമോളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും PR ഉണ്ടെന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ അവിടെ PR സത്യം പറഞ്ഞ യൂസ് ചെയ്തത് അനീഷാണ്. കമ്മ്യൂണർ എന്ന് പറഞ്ഞ അറിയപ്പെടുന്ന അനീഷാണ് അവിടെ ഏറ്റവും കൂടുതൽ PR യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അനീഷ് പറയുന്നത് എന്താണ്, PR-ന്റെ വാക്കുപോലും എന്താണെന്ന് അറിയത്തില്ല. 5 കൊല്ലം ബിഗ് ബോസ് കണ്ടത് പഠിച്ച് വരുന്ന ഒരു വ്യക്തിക്ക് PR അറിയത്തില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കാരണം നമ്മളും ഈ വർഷങ്ങളായിട്ട് ഈ പ്രോഗ്രാം കാണുന്നതാണ്. എന്താണ് PR എന്നറിയാത്ത ഒരു സാധാരണക്കാരൻ പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അനീഷ് കൃത്യമായി PR കൊടുത്തതിന് ശേഷമാണ് വന്നത്. അനീഷിന്റെ PR ആണ് തൊപ്പിയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം പക്ഷെ അനീഷിന്റെ PR-ന്റെ ഇൻഫ്ലുവൻസിൽ തീർച്ചയായിട്ടും തൊപ്പി വീണിട്ടുണ്ട്. അതല്ലെങ്കിൽ പെട്ടെന്ന് മുളയിട്ട് വരുന്ന ഒരു സ്നേഹവും ഒരു ഓട്ടപ്പീർത്തനയും ഒക്കെ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ എന്തായാലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അനുമോള് തന്നെ ആയിരിക്കും ഇന്ന് കപ്പെടുക്കേണ്ടതും അനുമോള് തന്നെയാണ്. കാരണം ഇത്രയും രീതിയിലുള്ള ഹെയ്റ്റും ഇത്രയും രീതിയിലുള്ള പ്രവർത്തനങ്ങളും അനുമോള് നേരിടേണ്ടി വന്നത്, അതും നമ്മൾ സാധാരണക്കാരും തമ്മിലുള്ള ഒരു മത്സരമായിട്ട് ഇന്നത്തെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ മാറും എന്നുള്ളതിൽ 100% ഷുവറാണ്. എന്തായാലും അനുമോള് കപ്പെടുത്തതിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.